20th സെഞ്ചുറി മലയാളം ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ എന്നുള്ള പേപ്പറിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡസ് ഇടശ്ശേരി ഡെപ്പിക്ട് ദി അഗ്രേറിയൻ ക്രൈസിസ് ഓഫ് കേരള ഇൻ ദി പോവം ദ കുക്കിംഗ് പോട്ട് ആൻഡ് ദ സിക്കിൾ. അപ്പോൾ ഇടശ്ശേരി ഗോവിന്ദനാരുടെ പോവമാണ് ദ കുക്കിംഗ് പോട്ട് ആൻഡ് ദ സിക്കിൾ. ഒരു എന്താ പറയുക, കേരളത്തിലെ അഗ്രേറിയൻ ക്രൈസിസിനെ നല്ല രീതിയിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് പൊയറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തൊരു പോവമാണത്. അപ്പോൾ അതൊരു സോഷ്യോ എക്കണോമിക് ട്രാൻസിഷൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇതോടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പോവം പെയിൻ, ഹങ്കർ ആൻഡ് ഹെൽപ്ലെസ്നെസ് ഓഫ് ദി പെസൻട്രി ആണ് അദ്ദേഹം ഇവിടെ ക്യാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂഡൽ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചും മോഡേണൈസേഷൻ്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചുമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോയത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എവരിഡേ റൂറൽ ഒബ്ജക്ട്സ് ആണ് കുക്കിംഗ് പോട്ടും സിക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ സിംബോളിക് യൂസിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പവർഫുൾ സോഷ്യൽ ക്രിറ്റിസിസമാണ് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ പോയത്തിനകത്ത്. എന്തിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? പോവേർട്ടിയെ, ക്ലാസ് ഇനിക്വാളിറ്റിയെ ആൻഡ് അഗ്രികൾച്ചർ ലൈഫിൻ്റെ ഡിക്ലൈനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ അഗ്രേറിയൻ സൊസൈറ്റി ഇൻ ദ മിഡ് 20th സെഞ്ചുറിയെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹിസ്റ്റോറിക്കലി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പോയിറ്റിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജന്മി ടെനൻറ്റ് സിസ്റ്റം, അതായത് ജന്മി കുടിയാൻ സിസ്റ്റത്തിലായിരുന്നു അദ്ദേഹം. ആ ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. ആ ഒരു സിസ്റ്റമായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൺട്രി സൈഡിൽ അല്ലെങ്കിൽ റൂറൽ വില്ലേജിലൊക്കെ ഇതായിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അതായത് വാസ്റ്റ് സ്ട്രെച്ച് ഓഫ് ലാൻഡിനെ ലാൻഡ് ലോഡ്സ് ഓൺ ചെയ്യും. അത് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും? പാട്ടത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇവർക്കും കൊടുക്കണം. മറ്റേവർക്ക്, അതായത് ഫാം ചെയ്ത ആളുകൾക്ക് കുറച്ച് ലാഭമേ കിട്ടത്തുള്ളൂ താനും. സോ അവർക്ക് തിരിച്ച് കുറച്ചേ കിട്ടത്തുള്ളൂ. അവർക്കത് തിരിച്ച്, അതായത് അവർ ചെയ്യുന്ന ഹാർവസ്റ്റിൽ നിന്ന് ഒരു ഭാഗം അവർക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ ലാൻഡ് ലോഡ്സിന് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ ലാൻഡ് അവർ പിന്നെ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ കൊളോണിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൊളോണിയലിസം വന്നതിന് ശേഷം ക്യാഷ് ക്രോപ്സ് ഇങ്ങനെയുള്ള ഫാമിങ്ങിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അഗ്രേറിയൻ എക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് വന്നു തുടങ്ങി. അപ്പോൾ ഈ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാതുള്ള, അതായത് ഈ റൈസ് അങ്ങനെയുള്ളതല്ല, അല്ലാതെ കോഫി, ടീ അങ്ങനത്തുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫുഡ് ഷോർട്ടേജ് കോമൺ ആവാൻ തുടങ്ങി, പോവർട്ടി വരാൻ തുടങ്ങി. അപ്പോൾ ഈ കുക്കിംഗ് പോട്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വൺസ് എ സിമ്പിൾ ഓഫ് സസ്റ്റനൻസ് ആയിരുന്നു. ഇപ്പോൾ ആ കുക്കിംഗ് പോട്ട് എംപ്റ്റി ആയി കിടക്കുവാണ് പോവർട്ടി കാരണം. സിക്കിൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഹാർവസ്റ്റ് ആണ്, അരിവാള് അല്ലേ, ആ കൊയ്ത്തുവാളെന്ന് പറയുന്നത്. അതിപ്പം യൂസ്ലെസ് ആയിട്ടിരിക്കുവാണ്, ബിക്കോസ് അവർക്കൊന്നും ലാൻഡ് ഇല്ല ഇതൊന്നും ഹാർവസ്റ്റ് ചെയ്തെടുക്കാൻ. സോ ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇടശ്ശേരി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിമ്പിൾ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ട്രാൻസ്ഫോംഡ് ദി സിമ്പിൾ ഹൗസ് ഹോൾഡ് ഒബ്ജക്ട്സ് ഇൻ ടു സിമ്പിൾസ് ഓഫ് ഡീപ്പായിട്ടുള്ള സോഷ്യൽ മീനിങ് ആക്കി മാറ്റി. കുക്കിംഗ് പോട്ട് ഹോമിനെ അല്ലെങ്കിൽ നറിഷ്മെൻറ്റിനെ കാണിക്കുന്നു, ഒരു സ്ത്രീയുടെ വേൾഡിനെ കാണിക്കുന്നു. അതൊരു സ്പേസ് ആണ്. ഫുഡ്, ലവ് ആൻഡ് ലൈഫ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നൊരു സ്പേസ് ആണ് കുക്കിംഗ് പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ കേരളത്തിലുള്ള അഗ്രേറിയൻ സൊസൈറ്റി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ്, അരി തിളച്ച് തൂവുന്നു, ആ കറി, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഡിഗ്നിറ്റിയാണ് കാണിക്കുന്നത്. ഈ കുക്കിംഗ് പോട്ട് എംപ്റ്റി ആയി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഹങ്കർ അല്ലെങ്കിൽ ഡെസ്പയർ, ഇതാണ് കാണിക്കുന്നത്. സിക്കിൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ലേബറിൻ്റെ ഒരു വെപ്പൺ അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി ഓഫ് ദ വർക്കിനെയാണ് കാണിക്കുന്നത്. അതൊരു മാസ്കുലൈൻ സിമ്പിൾ ഓഫ് പവർ ആൻഡ് റെസിസ്റ്റൻസും കൂടിയാണ് അല്ലേ. ക്രോപ്പിനെയും വെട്ടാം, ചെയിനെയും വെട്ടാം. ഇറ്റ് ക്യാൻ റീപ്പ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഫൈറ്റ്. നമുക്കത് വെച്ച് ഫൈറ്റ് ചെയ്യാനും സാധിക്കും, ക്രോപ്പിനെ റീപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ സിക്കിളും ഇതുപോലെ റസ്റ്റഡ് ആയിട്ട് തുരുമ്പിച്ച് കിടക്കുകയാണെന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതായത് ഫാമിംഗ് ഡിക്ലൈൻഡ് ആയി, ആ വർക്കറിൻ്റെ ഹെൽപ്ലെസ്നെസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ കുക്കിംഗ് പോട്ടിനെയും പിന്നെന്താ പറയുക, സിക്കിളിനെയും സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്, പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു ഡൊമസ്റ്റിക് ആൻഡ് ദി അഗ്രേറിയൻ അല്ലെങ്കിൽ ഹങ്കറും ലേബറും തമ്മിലൊരു ഡയലോഗാണ് അദ്ദേഹം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ദ പോവം എടശ്ശേരി പോർട്രേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെസൻസിനെ ബോത്ത് വിക്ടിം ആയിട്ട് മാറ്റുവാണ് ആൻഡ് ഓൾസോ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുവാണ്, അതിൻ്റെ ഒരു വിക്നസ് ആക്കി മാറ്റുന്നുണ്ട്. ഫീൽഡ് എല്ലാം ബാരൻ ആയിട്ട് കിടക്കുന്നു, ബിക്കോസ് നേച്ചർ ഫീൽഡ് ആയാലല്ല, ബിക്കോസ് സോഷ്യൽ ഇൻജസ്റ്റിസ് കാരണമാണ്. ഫാമേഴ്സിന് വർക്ക് ചെയ്യാൻ ലാൻഡ് ഇല്ല അല്ലേ, അവർക്ക് അൺഎംപ്ലോയ്മെൻ്റ് ആണുള്ളത്, അവർ ഏലിനേറ്റഡ് ആയിട്ട് മാറുന്നു, ലാൻഡ് അവർക്ക് നഷ്ടമാവുന്നു. കുക്കിംഗ് പോട്ടിൻ്റെ എംപ്റ്റിനെസ്സും അതിനെ തന്നെയാണ് കാണിക്കുന്നത്. സ്ത്രീകൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് ആണുങ്ങൾ ഗ്രെയിൻ കൊണ്ടുവരുന്നില്ല ഫീൽഡ്സിൽ നിന്ന്. അപ്പോൾ ഹങ്കർ എന്ന് പറയുന്ന ഒരു യൂണിഫൈങ് എക്സ്പീരിയൻസ് ആയിട്ട് മാറുവാണ് റൂറൽ പീപ്പിളിൻ്റെ. ഇപ്പോൾ ഡ്രൗട്ട്, ഫാമിൻ, സൈലൻസ് ഇതെല്ലാം വരുന്നുണ്ട്. സൈലൻസ് ഓഫ് ഡെത്ത്, സൈലൻസ് ഓഫ് ഡെസ്പെയർ, സൈലൻസ് ഓഫ് ഹങ്കർ, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇടശ്ശേരി നമ്മുടെ പോയിന്റിന് പിറ്റിയും ആങ്കറുമാണ് ഇതിനകത്ത് വരുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത്. പെസന്റ് ലൈഫിനെ ഇദ്ദേഹം ഒരു റൊമാൻറ്റിക് പാസ്റ്റ് ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്, മെറ്റീരിയൽ സഫറിങ്, അവരുടെ സഫറിങ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. റിയലിസ്റ്റിക്കലി സഫറിങ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ ഹംഗ്രി സ്റ്റൊമക്കും അൺയൂസ്ഡ് സിക്കിളും എല്ലാം അതിനെയാണ് കാണിക്കുന്നത്. ആൻഡ് അദ്ദേഹം അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ പോയിറ്റ്സ് ആയിട്ടുള്ള വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെയും ചങ്ങമ്പുഴയുടെയും കൂടെയാണ് ഇദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ജോയിൻ ചെയ്യുന്നത്, ഈ ഒരു കോൺസെപ്റ്റിൽ. മലയാളം പോയിട്രി ഇവരെല്ലാവരും കൂടി സോഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ ഹ്യൂമൻ എംപതിയെ കാണിക്കുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് പോട്ട് ആൻഡ് സിക്കിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പോം മാത്രമല്ല, ഇത് എക്കണോമിക് ഹാർഡ്ഷിപ്പിനെയും കാണിക്കുന്നു അല്ലേ, ആ ഒരു അഗ്രേറിയൻ ക്രൈസിസിനെ കാണിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു നോട്ട് ഓഫ് റിബല്യനും ഉണ്ട്.
സിക്കിൾ റസ്റ്റഡ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എഡ്ജ് വളരെ ഷാർപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അവർക്ക് എവേക്കൻ ചെയ്യാനും സ്ട്രഗിൾ ചെയ്യാനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ഫാമേഴ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പെസൻസിൻ്റെ ഇടയ്ക്കെന്നും പറയുന്നു. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ റൂറൽ ലൈഫിനെ കുറിച്ചും ആ ഒരു ഇമേജറിയെക്കുറിച്ച് ഇമേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫീൽഡ്, പോട്ട്, ടൂൾസ്, ക്രോപ്സ്, വെതർ, ഇതെല്ലാം ഡിക്ഷൻ കൊളോക്കിയലായിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. സിംബോളിക് പവറിൽ ടോൺ എന്ന് വെച്ചാൽ കുറച്ച് സാഡ് ആയിട്ടുള്ള ടോണിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രൊട്ടസ്റ്റ് പോകാൻ പോലെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവാല നാരായണ പണിക്കരുടെ ദ ലോൺ ടസ്കർ എന്നുള്ള വർക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ലോൺ ടസ്കർ എന്നുള്ള വർക്കിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പവർഫുൾ അലിഗോറിക്കൽ റിഫ്ലക്ഷൻ ആണ്. ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയും സോഷ്യൽ ഐഡന്റിറ്റിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആണ് അദ്ദേഹം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു സോളിറ്ററി, ഒരു ഒറ്റയാനെ കാണിച്ചിരിക്കുകയാണ്. അതായത് അതിൻ്റെ ഒരു ഇമേജാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒറ്റയാൻ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. അപ്പം പണിക്കർ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്ന് മാറി ഡീവിയൻ്റ് ആയിട്ട് മാറുന്ന കുറച്ച് ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, അവർ ആ സൊസൈറ്റിക്കെതിരെയും ഒക്കെ ഫൈറ്റ് ചെയ്ത് അവർ ചിലപ്പോൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കേണ്ടി വരും. അവർ കൊടുക്കേണ്ട വില എന്ന് പറയുന്ന ചിലപ്പം അവരുടെ ആ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, അവരുടെ ആ ഒരു ആ ഒരു കൂട്ടായ്മയൊക്കെ ആയിരിക്കും അവർ ഒറ്റപ്പെട്ട് പോകുന്ന ആ ഒരു സമയത്ത് അവർ വില കൊടുത്തത്, അവർക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പം അവർ ഈ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് എന്ന് മാറി നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ സൊസൈറ്റിയെ അവർ റൂൾ ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല, അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ഒറ്റപ്പെടലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇവിടെ ഒരു എന്താ പറയുക ഡ്രാമയിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രാമ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക എലിഫൻറ്റിൻ്റെ ആ ഒരു മെജസ്റ്റിക് ആയിട്ടുള്ള എലിഫൻറ്റിൻ്റെ ട്രാജിക് ലോൺലിനെസ്സിനെ കുറിച്ച് മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു റീഫോമറോ അല്ലെങ്കിൽ എനി തിങ്കിങ് പേഴ്സൺ ഹൂ ഡെയർസ് ടു സ്റ്റാൻഡ് അപ്പാർട്ട് ഫ്രം ദി ക്രൗഡ് അല്ലെങ്കിൽ ഫ്രം ദ സൊസൈറ്റി, അവരെങ്ങനെയാണ് ഒറ്റപ്പെടുന്നതെന്നും കൂടിയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോൺ ടസ്കർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിനെയാണ്. ഫ്രീഡത്തിനും സെൽഫ് എക്സ്പ്രഷനും മോറൽ ഇൻറ്റിഗ്രിറ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ, അല്ലാതെ അയാൾ ബ്ലൈൻഡ് ആയിട്ട് ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. നാച്ചുറൽ വേൾഡിൽ ടസ്കർ സോളിറ്ററി ആവുന്ന എപ്പോഴാണ്? ഒന്നുകിൽ ഓൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ റിബല്യസ് ആയിരിക്കണം. ഹ്യൂമൻ സൊസൈറ്റിയിൽ എപ്പോഴാണ് ഒരാൾ ഒറ്റപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുകയോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഈ രണ്ട് ഇമേജസ് വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു ടെൻഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടസ്കർ, അതായത് ഒറ്റയാൻ്റെ ലോൺലിനെസ് ഫിസിക്കൽ മാത്രമല്ല, ആ ഹ്യൂമൻ സോളിൻ്റെ ഏലിനേഷൻ കൂടിയാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? ആൻഡ് അറ്റ് ദ സെയിം ടൈം പണിക്കരുടെ പോം ഹൈലൈറ്റ് ചെയ്യുന്നത് സോഷ്യൽ ഐഡന്റിറ്റിയുടെ പവറും കൂടി കാണിക്കുന്നുണ്ട്. ആ സെൻസ് ഓഫ് ബിലോങ്ങിങ്, റൂട്ടഡ്നെസ്, കളക്റ്റീവ് സ്ട്രെങ്ത്, ഇതെല്ലാം വരുന്നത് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്നാണ്. നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂ, കൾച്ചറൽ ട്രഡീഷൻ, ഇമോഷണൽ സെക്യൂരിറ്റി ഒക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ഐഡന്റിറ്റി നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ആ ഐഡന്റിറ്റി നമുക്ക് റെസ്ട്രിക്ഷൻസ് നമുക്ക് വെക്കാം. ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ, ബാക്കിയുള്ളവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ അവിടെ ആക്ട് ചെയ്യേണ്ടിയും വരും. ഇപ്പോൾ ഈ ലോൺ ടസ്കറിൻ്റെ ഡിപ്പാർച്ചർ ഫ്രം ദി ഹേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കറേജസ് ആയിട്ടുള്ളൊരു ആക്റ്റാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നഷ്ടങ്ങളും ഉണ്ട്. ഫ്രീഡം കിട്ടുന്നതിനോടൊപ്പം തന്നെ കമ്പാനിയൻഷിപ്പും സേഫ്റ്റിയും പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡുവാലിറ്റിയാണ് അദ്ദേഹം ഇവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു വിൽഡർനെസ്സിനെയും ഹേർഡിനെയും. ആ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആൻഡ് സൈലന്റ് ആണ്, ഒരു സ്പേസ് ഓഫ് ഫ്രീഡം ആണ്. പക്ഷേ എന്നാലും അവിടെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവർ തന്നെ എന്ത് ചെയ്യണം? അവരവർ തന്നെ അവരവരുടെ ഇൻസ്റ്റിക്റ്റിൽ നിന്ന് സർവൈവ് ചെയ്യണം. ഇത് തന്നെയാണ് ഹ്യൂമൻ കണ്ടീഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ കൂട്ടം അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സോഷ്യൽ വേൾഡാണ്. അതിൻ്റേതായിട്ടുള്ള ഹൈറാർക്കിയും കസ്റ്റംസും റൂൾസും എല്ലാം ഉണ്ട്. ആ യൂണിറ്റിയിലാണ് ഈ ഒരു കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പക്ഷേ അതിൻ്റെ നെഗറ്റീവ് വശം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിനെ അത് സപ്രസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫിലോസഫിക്കൽ ടെൻഷനാണ് ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്. അതായത് സോഷ്യൽ ബിലോങ്ങിങ് വേണം താനും, പക്ഷേ എന്നാൽ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ഫ്രീഡം വേണം നമുക്ക്. അപ്പോൾ ഇത് ഒരു സൊസൈറ്റിയിലെ ആർട്ടിസ്റ്റിൻ്റെ റോളിനെ മെറ്റഫറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഓഫൺ ക്രൗഡിൽ നിന്ന് വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അവരുടെ ഡീപ്പർ റിതംസ് ഓഫ് ലൈഫിലാണ് അല്ലെങ്കിൽ സോളിറ്റ്യൂഡിൽ നിന്നാണ് ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ സൊസൈറ്റി ക്രിട്ടിസൈസ് ചെയ്ത് എന്നാലേ അവർക്ക് എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പം കാവാലം നാരായണ പണിക്കർ ഹിംസെൽഫ് ഇസ് എ ഡ്രമാറ്റിസ്റ്റ് ആൻഡ് കൾച്ചറൽ തിങ്കറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പാരഡോക്സ് നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ കൾച്ചറിൽ നിന്ന് വരേണ്ടതാണ്. പക്ഷേ എന്നാലും എല്ലാ ബൗണ്ടറീസിനെയും ട്രാൻസെൻഡ് ചെയ്ത് നിൽക്കണം എന്തെന്ന് പറയുന്ന ആർട്ട് എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ആർട്ടെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് മാറി ചിന്തിക്കുമ്പോഴാണല്ലോ നമുക്കതിനെ ആർട്ടെന്ന് വിളിക്കാൻ പറ്റുന്നത്. എനി ഫോം, പെയിൻറ്റിംഗ് ആണെങ്കിലും പോവമാണെങ്കിലും സിനിമ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡ്രാമയാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും we must transcend the narrow boundaries of the conventions അല്ലെങ്കിൽ rules and regulations.
അപ്പോൾ അദ്ദേഹം ഒരു ആനിമലിൻ്റെ ആ ഒരു രീതിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞു പോയിരിക്കുന്നത്. ഒരു ഫിലോസഫിക്കൽ ആൻഡ് ആ ഒരു ടോണിലാണ് അദ്ദേഹം ഇത് പറഞ്ഞു പോയിരിക്കുന്നത്. നാച്ചുറൽ വേൾഡിനെയും പറയുന്നുണ്ട്, സൊസൈറ്റിയെക്കുറിച്ചും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. സിംബോളിക് ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഫെമിലിയർ ഇമേജിനെ ഒരു മെറ്റഫറാക്കിയാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചിരിക്കുന്നത്.